الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്വിശ്വാസികളെ, ഇമാം സഅദി റഹിമഹുള്ളയുടെ ഫവായിദു മുസ്തംബതത്തുൻ മിൻ ഖിസ്സത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ അഥവാ സൂറത്ത് യൂസുഫിൽ നിന്നുള്ള ഫവായിദുകൾ, അതുകൊണ്ട് ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന റിസാലയാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്ലു സാദിസിൽ അഥവാ ഈ കിതാബിലെ 29ാമത്തെ ഫായിദ എന്നുള്ളതിലുള്ള ومنها أنه ينبغي للعبد أن يتضرع إلى الله دائما في تثبيت إيمانه ويعمل الأسباب لذلك. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഒരു പാഠമാണ് أنه ينبغي للعبد, ഒരടിമ എപ്പോഴും أن يتضرع إلى الله, അള്ളാഹുവിലേക്ക് താഴ്മയുള്ള, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനായിട്ടുള്ള ഒരാളായിരിക്കണം. ദാഇമൻ ഫി തസ്ബീതി ഈമാനിഹി, അവന്റെ ഈമാൻ ഉറപ്പിച്ചു നിർത്തുന്നതിൽ. വയഅമലുൽ അസ്ബാബ ലിദാലിക്, അതിനുള്ള കാരണങ്ങൾ അവൻ പ്രവർത്തിക്കുകയും വേണം. നമുക്കറിയാം, നമുക്ക് ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ഈമാനാണ്. അപ്പൊ അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ ഈമാൻ നിലനിർത്താൻ ചില കാരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങളാവട്ടെ ദുനിയവിയായ കാര്യങ്ങളാവട്ടെ രണ്ടിലും തവക്കുലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയവിയായ കാര്യത്തിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കെല്ലാവർക്കും 100% ഉറപ്പുള്ള കാര്യമാണ്, അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ റിസ്ഖിൽ ഒരംശം പോലും നമുക്ക് കൂടുതൽ കിട്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചതിൽ നിന്ന് ഒന്നും കുറയുകയുമില്ല എന്ന് കരുതി നമ്മൾ റിസ്ഖ് നേടാനുള്ള കാരണങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ കാരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈമാനിന്റെ വിഷയത്തിൽ. അല്ലാഹു തആല ഉറപ്പിച്ചു നിർത്തിയാലല്ലാതെ ഹിദായത്തിലാക്കിയാലല്ലാതെ ഒരാൾ ഹിദായത്തിലാവില്ല, നേരായ മാർഗത്തിലാവില്ല എന്ന് കരുതി ഒരാൾ അതിനാവശ്യമായിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്? അല്ല, അവന്റെ കഴിവിന്റെ പരമാവധി ചെയ്യണം. അപ്പോൾ ഒരു അടിമ എപ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിലേക്ക് ഈമാൻ നിലനിർത്തുന്ന കാര്യത്തിൽ എപ്പോഴും താഴ്മയും ആവശ്യക്കാരനുമായിരിക്കണം. അതുപോലെ അതിനുള്ള കാരണങ്ങളും ചെയ്യണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഫവായിദിനെ വിശദീകരിച്ച്, യസ്അലുല്ലാഹ ഹുസ്നൽ ഖാതിമതി വതമാമൻ നിഅമ, അടിമ എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം ഏറ്റവും നല്ല അവസാനം. അവന്റെ അവസാനം നന്നാക്കാൻ വേണ്ടി ചോദിക്കണം. അതുപോലെ തന്നെ അവന് ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ അത് പൂർത്തീകരിച്ച് ലഭിക്കാനും ചോദിക്കണം. വയതവസ്സലു ബിനിഅമിഹി അൽഹാസില ഇലാ റബ്ബിഹി അൻ യുതിമ്മഹ അലൈഹി വയുഹ്സിനു ലഹുൽ ആഖിബ, അവൻ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള നിഅമത്തുകൾ എന്താണോ അതിനെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞ് അത് പൂർത്തീകരിക്കാനും അതിന്റെ അവസാനം നന്നാക്കാനും തേടണം. അതായത് സ്വാലിഹീങ്ങളുടെ ഭയം എന്ന് പറയുന്നത് എപ്പോഴും അവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും. സുഫിയാൻ സൗരി റഹിമഹുള്ളയുടെ വളരെ അറിയപ്പെട്ട ഒരു അസറിൽ കാണാം. അദ്ദേഹം മരണത്തിനോട് അടുത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹം കരയുകയുണ്ടായി. അപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്താണ് നിങ്ങളെ പാപങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ നിങ്ങൾ കരയുന്നത് ചോദിച്ചു. അപ്പൊ അദ്ദേഹം 2-3 റിവായത്തുണ്ട്, നിലത്ത് കിടക്കുന്ന ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു മൺകട്ട അതെടുത്തെറിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പാപങ്ങൾ എനിക്ക് ഇത്രയാണ്, ഇത്ര നിസ്സാരമാണ്, പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് എന്റെ അവസാനം എന്താവും എന്നതിനെ കുറിച്ചിട്ടാണ്. വേറെ റിവായത്തിൽ എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നതിനെ കുറിച്ചിട്ടാണ്. പാപങ്ങളെ നിസ്സാരവൽക്കരിക്കാനല്ല അവിടെ പറഞ്ഞത്. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള അറിവില്ലാത്ത ആളുകൾ എല്ലാ സമയത്തും ഭയപ്പെടുക പാപങ്ങളും അതിന്റെ ആ സമയത്തുള്ള ദോഷങ്ങളും മാത്രമാണ്. പക്ഷെ ഇൽമുള്ള ആളുകൾ ഈ പാപങ്ങൾ കൊണ്ട് അവന്റെ അവസാനത്തിൽ നഷ്ടം സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ഭയപ്പെടുക. പ്രത്യേകിച്ച് ഉലമാക്കൾ ഹുസ്നുൽ ഖാത്തിമ, നല്ലൊരു അവസാനം ഇല്ലാതാക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കാര്യം ദുനൂബുൽ ഖലവാത്താണ്, അവന്റെ രഹസ്യ ജീവിതത്തിലെ തിന്മകളാണ്. അവന്റെ രഹസ്യ ജീവിതത്തെ തിന്മകളുടെ അപകടം അവൻ ആളുകൾ അറിയുന്നുണ്ടോ അല്ലെങ്കിൽ ആളുകൾ അറിയുമോ എന്നാണ് സാധാരണക്കാർ ഭയപ്പെടുക. പക്ഷെ ഇൽമുള്ള ആളുകൾ ഈ തിന്മകൾ എന്റെ നല്ലൊരു അവസാനത്തെ ഇല്ലാതാക്കുമല്ലോ എന്നാണ് ഭയപ്പെടുക.
അപ്പോൾ എപ്പോഴും ഒരടിമ അവന്റെ അവസാനം നന്നായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടണം. അതുപോലെ തന്നെ അവനിപ്പോൾ ലഭിക്കുന്ന നിഅമത്തുകൾ, അത് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ്, ഇൽമ് പഠിക്കാനുള്ള അവസരം, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം, അതിനെ പൂർത്തീകരിച്ച് കിട്ടാനും അള്ളാഹുവിനോട് തേടണം. അതിനിപ്പോഴുള്ള നിഅമത്തുകളെ തവസ്സുലാക്കണം. അതിനൊരു ഉദാഹരണം പറയാണ്, കമാ ഖാല യൂസുഫ് അലൈഹിസ്സലാം, ഏതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അവസാനത്തെ എല്ലാവരും, ഉപ്പയും മക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ചിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയാണ്, റബ്ബേ ഖദ് ആതൈതനി മിനൽ മുൽക്ക്, എനിക്ക് നീ അധികാരം തന്നു, വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം, ഇൽമ എന്നെ നീ പഠിപ്പിച്ചു, ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതിരയില്ലാതെ സൃഷ്ടിച്ചവനെ, അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ, നീയാണ് ദുനിയാവിലും പരലോകത്തും എന്റെ രക്ഷാധികാരി, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. എന്നിട്ട് സഅദി റഹിമഹുല്ലാഹ് പറയാണ്, വലൈസ ഹാദാ മിൻ യൂസുഫ് തമന്നിയൻ ലിൽ മൗത്ത്, യൂസുഫ് നബി അലൈഹിസ്സലാം മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചത് മരണത്തെ ആഗ്രഹിച്ചിട്ടല്ല, കമാ വന്നഹു ബഅദുഹും, ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ, ബൽ ഹുവ ദുആഉൻ ലില്ലാഹ് അയ്യുഹ്സിന ഖാതിമതഹു വയതവഫാഹു അനിൽ ഇസ്ലാം. കാരണം ഈ ദുആ എന്തിനാണ്? ആ അവസാനം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അവസാനം നന്നാക്കാനും ഇസ്ലാമിലായിക്കൊണ്ട് മരിക്കാനുമാണ്. കമാ യസ്അലുൽ അബ്ദു റബ്ബഹു ദാലിക കുല്ല വഖ്തിൻ, ഒരടിമ അള്ളാഹുവിനോട് എപ്പോഴും തേടുന്നത് പോലെ. ഇവിടെ നോക്കൂ, ഈ ദുആയിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തവസ്സുലാക്കിയത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ നിഅമത്തുകളാണ്. അധികാരം നൽകി, ഇൽമ് നൽകി, ആ നിഅമത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്ത് തേടുന്നത്? എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഏറ്റവും അള്ളാഹുവിനോട് തേടേണ്ട ഒരു കാര്യമാണ് അവസാനം നന്നാക്കാൻ. എങ്ങനെ ജീവിച്ചു എന്നതിലല്ല അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത്, എങ്ങനെ അവസാനിച്ചു എന്നതിലാണ്. ഒരു അമലിനെ അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നത് അവസാനം എന്തായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഹിസ്നുൽ ഖാത്തിം, സാലിഹീങ്ങളുടെ ഭയമാണ് നാം എപ്പോഴും ഭയപ്പെടേണ്ടതാണ്, അള്ളാഹുവിനോട് തേടേണ്ടതാണ് നല്ല ഒരു അവസാനം ഉണ്ടാകാൻ. അടുത്ത ഫായിദ, വമിൻഹാ മാ മന്ന അല്ലാഹു ബിഹി അലാ യൂസുഫ് മിൻ ഹസ്നി അഫ്വിഹി അൻ ഇഖ്വതിഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ വിട്ടുവീഴ്ച നൽകാനുള്ള മനസ്സ്, തന്റെ സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള അങ്ങേയറ്റത്തൊരു മനസ്സ് നൽകിയത്. وأنه عفا عما مضى ووعد في المستقبل ألا يثذب عليهم. യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ സഹോദരന്മാർക്ക് കഴിഞ്ഞു പോയത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും വരും കാലത്ത് ഒരാക്ഷേപങ്ങളുടെ മേലെ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തു. വലാ യദ്കുറു മിൻഹു ഷൈആ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ ചെയ്ത ഒരു ഉപദ്രവം പോലും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നീട് എടുത്തു പറഞ്ഞിട്ടില്ല. ലിഅന്നഹു യജ്രിഹും വയഹ്സിനഹും വഖദ് അബദു നദാമ അത്താമ വലിഅജ്ലി ഹാദാ ഖാല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷേ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി. ആ ദുആയിൽ പറഞ്ഞത് കാണാം, എന്നെയും എന്റെ സഹോദരന്മാരുടെയും ഇടയിൽ ശൈത്താൻ അകൽച്ച ഉണ്ടാക്കിയതിന് ശേഷം എന്ന വാക്ക് കാണാം. എന്നിട്ട് പറയാണ്, വലം യഖുൽ മിൻ ബഅദി അൻ നസഗഹും. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഒരിക്കലും എന്ത് പറഞ്ഞില്ല? സഹോദരന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, ഈ അകൽച്ച ഉണ്ടാക്കിയത് പറഞ്ഞില്ല, ശൈത്താനിലേക്കാണ് പറഞ്ഞത്. ബൽ അവാഫൽ ഫിഅല ഇല ശൈത്താൻ. ആ പ്രവർത്തനം ശൈത്താനിലേക്ക് ചേർത്തി പറഞ്ഞു. അല്ലദീ ഫറഖ ബൈനഹു വബൈന ഇഖ്വതിഹി. തന്റെയും സഹോദരന്മാരെയും ഇടയിൽ ഈ അകൽച്ച ഉണ്ടാക്കിയത് ശൈത്താനാണ് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. വഹാദാ മിൻ കമാലിൽ ഫുതുവതി വതമാമിൽ മുറുഅ. അത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെയും സ്വഭാവത്തിന്റെയും പൂർണ്ണതയാണ്. അതായത് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കിയും, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ചെയ്തത് വലിയ ഉപദ്രവങ്ങളാണ്. പിന്നെ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിടുക, അതിനുമുമ്പ് ഒരുപാട് കളിയാക്കലും ഉപദ്രവങ്ങളും, സ്വന്തം ഉപ്പയിൽ നിന്ന് അകറ്റുക, എന്നിട്ട് പിന്നീടും പിൽക്കാലത്തും വർഷങ്ങൾക്ക് ശേഷവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ യൂസുഫ് നബിയാണെന്ന് അറിയാതെ വന്നിട്ടും യൂസുഫ് കള്ളനായിരുന്നു എന്ന് വീണ്ടും പറയുക, പലതരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവരെ തെറ്റ് മനസ്സിലാക്കി വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്ത് ചെയ്തു? അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. നിങ്ങൾ അങ്ങനെ ചെയ്തവരല്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഒന്നും പറഞ്ഞിട്ടില്ല.
പോരാത്തല്ല ഇസ്തിഗ്ഫാർ അവർക്ക് അള്ളാഹ് പുറത്തു തരുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകി, അള്ളാഹു ഗഫൂറും റഹ്മാനുമാണ് എന്നുള്ള പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം സംസാരിച്ചത്. ഒരാളുടെ സ്വഭാവത്തിന്റെ മഹത്തായ ഗുണമാണ്. അള്ളാഹു ഒരാൾക്ക് നൽകുന്ന അഫുവിന്റെ ഗുണമാണ്. നമ്മുടെ ആളുകൾ, നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഒരാളിൽ നിന്നുണ്ടായാൽ പിന്നെ അയാളോട് ഒരു ബന്ധവുമില്ലാതെ, അയാളോട് മിണ്ടാതെ, സംസാരിക്കാതെ, അല്ലെങ്കിൽ തിരിച്ച് പല രീതിയിൽ പറഞ്ഞ് ഒരാൾ തെറ്റ് ചെയ്ത് മടങ്ങി വന്നാലും നീ അങ്ങനെ ചെയ്തവനല്ലേ എന്ന് ആരോപിക്കുന്ന, അതൊന്നും നല്ലൊരു സ്വഭാവത്തിന്റെ ഗുണമല്ല. യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കെന്താണ്? അന്നസഗ ശൈത്താൻ, ശൈത്താനാണ് എന്റെയും സഹോദരന്മാരെയും ഇടയിൽ പ്രശ്നമുണ്ടാക്കിയത്. അതായത് തിന്മകളുടെ പ്രേരണ അടിസ്ഥാനം ആരിൽ നിന്നാണ്? പിശാചിൽ നിന്നായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കണം. ഇപ്പൊ ഖുർആനിൽ പല സന്ദർഭങ്ങളിൽ കാണാം മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥയിൽ കൗഫിൽ ആ മീനിനെ മറന്നത് ശൈത്താനാണ്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശൈത്താന്റെ പ്രവർത്തനമാണ് നിലക്ക് പിശാചിലേക്ക് ചേർത്തി പറയാൻ അറിയുമായിരുന്നു. അപ്പോ ഒരു പ്രശ്നം ഏതൊരു കാര്യമാണെങ്കിലും മുസ്ലിമീങ്ങളുടെ ഇടയിൽ, മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അത് ശൈത്താനാണ് അവരുടെ ഇടയിൽ ഈ അകൽച്ചയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ തെറ്റ് ചെയ്ത ആളുകൾ മടങ്ങി വരുമ്പോൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും അവരെ ആക്ഷേപിക്കാതിരിക്കാനുമുള്ള മനസ്സുണ്ടാവണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത ഫായിദ, വമിൻഹാ ما في هذه القصة العظيمة من البراهين على رسالة محمد صلى الله عليه وسلم. ഈ ചരിത്രത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുണ്ട്. എന്താണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ഹൈസു ഖസ്സഹ അലൽ വജ്ഹിൽ മുതാബിഖ്, ഈ ചരിത്രത്തിന്റെ എല്ലാ ഭാഗവും കഥ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ വഹുവ ലം യഖറ മിനൽ കുതുബി സാബിഖതി ഷൈഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാലക്കാരുടെ ഒരു കിതാബും വായിച്ചിട്ടില്ല. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല, എഴുത്തും വായനയും അറിയുന്ന പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻപ് ഈ കഥ വായിക്കാൻ ഒരു കിതാബ് വായിച്ചിട്ടില്ല. വലാ ജാലസ മൻ ലം മഅരിഫത്തും ബിഹാ, ഈ കഥയെക്കുറിച്ച് അറിയുന്ന ഒരാളുടെ ഒപ്പം ഇരുന്നിട്ടുമില്ല. വലാ തഅല്ലമ മിൻ അഹദിൻ, ഒരാളിൽ നിന്ന് പഠിച്ചിട്ടുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ ഔഹാഹു അല്ലാഹു ഇലൈഹി, പക്ഷേ ഈ ചരിത്രം ഇത്രയും കൃത്യമായി പറയണമെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്? വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വലിഹാദ ഖാല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹൂദിലെ 49-ാമത്തെ ആയത്തിൽ പറഞ്ഞു, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക. ഓരോ ചരിത്രങ്ങൾ, നബിമാരുടെ ചരിത്രമെല്ലാം പറയുന്നിടത്ത് പറയാണ്, ഇതെല്ലാം നാം നിനക്ക് വഹിയായി അറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ, നിനക്കോ നിന്റെ സമൂഹത്തിനോ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. അപ്പോ ഈ ചരിത്രം ഇത്രയും നല്ല രീതിയിൽ പറയുന്നതിലൂടെ ചില മുൻഗാമി അഹ്ലുൽ കിതാബിന്റെ ജൂതന്മാർക്കോ നസാറാക്കൾക്കോ ഈ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളെന്നറിയാം. കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ അറിയുന്നവരാണവർ, ബനൂ ഇസ്രായേലിന്റെ ചരിത്രം അറിയുന്നവരാണവർ. അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താനങ്ങളെ അറിയുന്ന ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം മുതൽ ഉള്ള ആ ചരിത്രങ്ങളെല്ലാം അറിയുന്നവരാണവർ. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ അറിയാം. പക്ഷെ ഇത്രയും കൃത്യമായി ഇതൊന്നും കേട്ട് പഠിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിലൂടെ ഇത് വഹിയാണ് എന്നതിനുള്ള റിസാലത്തിനുള്ള തെളിവാണ്. കമാ ദക്കറല്ലാഹു ഹാദൽ മഅന ഫീ ഖിസ്സതിഹി വഗൈരിഹി മിനൽ അംബിയാ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലും മറ്റുള്ള നബിമാരുടെ ചരിത്രത്തിലുമെല്ലാം അള്ളാഹു ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ട്. ലിഅന്നൽ ഗുയൂബ നൗആൻ, ഗൈബിയായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് രീതിയിലുണ്ടാകും. ഉമൂറുൻ സാബിഖത്തുൻ ഖദ് ഇൻദറസ ഇൽമുഹാ നബ്ബഅഹു അല്ലാഹു ബിഹാ, മുൻപ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് ചിലപ്പോൾ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, കേട്ട് പഠിച്ച മനസ്സിലായ കാര്യങ്ങളുണ്ടാവും. പക്ഷെ അള്ളാഹു അതൊന്നുകൂടി അറിയിച്ചിട്ടുണ്ടാകും. വ ഉമൂറുൻ മുസ്തഖ്ബിലത്തുൻ ഖദ് നബ്ബഅഹു അല്ലാഹു ബിഹാ ഖബ്ല അൻ തഖഅ, വരാൻ പോകുന്ന കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംഭവിക്കുന്നതിന് മുമ്പേ അറിയിച്ചിട്ടുണ്ടാവും. ഖുർആനിൽ തന്നെ ധാരാളം കാര്യങ്ങൾ, സൂറത്ത് റൂമിലെ റോമക്കാരുടെ ബന്ധപ്പെട്ടത് ധാരാളം സന്ദർഭങ്ങൾ, ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നതും അന്ത്യനാളുമായി ബന്ധപ്പെട്ട പലതും ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. ഫവഖഅത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചതും ഉണ്ടായിട്ടുണ്ട്. വലാ തസാലു തഖഉ ശൈഅൻ ബഅദ ശൈഇൻ മുതാബഖതൻ ലിമാ അഖ്ബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കിതാബില്ലാഹി വഫീ സുന്നത്തി റസൂലിഹി വകുല്ലുഹാ ബറാഹിനുൻ അലാ റിസാലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി സംഭവിക്കുന്നു എന്നുള്ളത് എന്തിനുള്ള തെളിവാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനുള്ള തെളിവാണ്. അപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇത്രയും വ്യക്തവും കൃത്യവുമായിട്ട് ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ തെളിവായി കൊണ്ട് ഇതിന്റെ ഫായിദയായിട്ട് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇനി റിസാലയിൽ അൽ ഫസ്ലു സാബിഅ, ഏഴാമത്തെ ഫസ്ല്, അതിൽ ഇതിന്റെ ഫവായിദുകളിൽ വഫീ ഖൗലിഹി തആല, ഈ സൂറത്തിലെ ആയത്തിൽ ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി, തീർച്ചയായിട്ടും ഒരാളുടെ നഫ്സ്, ഒരാളുടെ മനസ്സ് എന്നത് തിന്മക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചതൊഴികെ. ദലീലുൻ, ഈ ആയത്ത് തെളിവാണ്, അലാ അന്ന ഹാദാ വസ്ഫുൻ നഫ്സി മിൻ ഹൈസു ഹിയ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നഫ്സിന്റെ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള നഫ്സിന്റെ സിഫത്താണ് അമ്മാറത്തും ബിസ്സു, തിന്മക്ക് പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്, വഅന്നഹു ലാ തഖ്റുജു അൻ ഹാദൽ വസ്ഫി ഇല്ലാ ബിറഹ്മത്തിൻ മിനല്ലാഹി വഇനായത്തിൻ മിൻഹു, നഫ്സിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശേഷണമാണ് അത് അമ്മാറത്തും ബിസ്സു ആണ്, തിന്മക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് തിന്മക്ക് പ്രേരിപ്പിക്കാത്തൊരു നഫ്സ് ആവണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അള്ളാഹുവിൽ നിന്നുള്ള സഹായവും വേണം. അത് ഈ ആയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നഫ്സ് അടിസ്ഥാനപരമായിട്ട് ദുൽമ ചെയ്യുന്നതായിരിക്കും, ജഹലുള്ളതായിരിക്കും. മനുഷ്യന്റെ അടിസ്ഥാന വിശേഷണമായി അള്ളാഹു പറഞ്ഞതാണ് നഫ്സ്. എല്ലാ നഫ്സും അങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും അക്രമപരമായിട്ടും വിഡ്ഢിത്തപരമായിട്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ദുൽമ കൊണ്ടും ജഹ്ല് കൊണ്ടും ഷർറല്ലാതെ ഒന്നും വരാനും പോകുന്നില്ല, എല്ലാവിധ ഷർറും ഉണ്ടാകും. എന്നിട്ട് പറയാണ്, فإن رحم الله العبد ومن عليه بالعلم النافع وسلوك طريق العدل في أخلاقه وأعماله خرجت نفسه من هذا الوصف. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ നഫ്സിന് കാരുണ്യം ചൊരിയുകയാണ്, അതുപോലെ തന്നെ ഉപകാരപ്രദമായ അറിവും നീതിപൂർവമുള്ള കാര്യങ്ങളും നല്ല സ്വഭാവങ്ങളും കർമ്മങ്ങളും അതിനുള്ള ഒരു അനുഗ്രഹം അള്ളാഹു ചൊരിയുകയാണെങ്കിൽ നഫ്സ് എന്താകും? ഇതിൽ നിന്ന് ഒഴിവാകും. ഈ ദുൽമ ചെയ്യുന്ന, ജഹ്ല് സംഭവിക്കുന്ന, തിന്മക്ക് പ്രേരിപ്പിക്കുന്നതിന് നഫ്സ് ഒഴിവാകും. വസാറത് മുത്മഇന്നതൻ ഇലാ ത്വാഅത്തില്ലാഹി വദിക്രിഹി, അങ്ങനെ അതെന്താവും? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന, സമാധാനമടഞ്ഞ നഫ്സായി മാറും. വലം തഅ്മുർ സാഹിബഹ ഇല്ലാ ബിൽ ഖൈർ, അങ്ങനെ ആയി കഴിഞ്ഞാൽ ഖൈറിനെ കൊണ്ടല്ലാതെ ആ നഫ്സിന്റെ ഉടമസ്ഥനെ, ആ മനുഷ്യനെ ഉപദേശിക്കുകയില്ല അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയില്ല. വയകൂനു മആലുഹ ഇലാ ഫദ്ലില്ലാഹി വ സവാബിഹി, അതെന്താകും? അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാകും. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമുക്കറിയാം ഒരു നഫ്സ് നമ്മുടെ ഒപ്പം ഉണ്ട്, അഥവാ നമ്മെ പ്രേരിപ്പിക്കുന്ന മനസ്സ് എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ആ നഫ്സിന്റെ അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യരുടെ നഫ്സും ഏതവസ്ഥയിലായിരിക്കും? തിന്മയിലേക്ക്. പിന്നെ നഫ്സിന്റെ അടിസ്ഥാനമായ വിശേഷണം തിന്മ പ്രേരിപ്പിക്കുന്ന, ദുൽമ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ജഹ്ല് സംഭവിക്കുന്നതായിരിക്കും. അതിൽ നിന്ന് ഒരു നഫ്സ് ഒഴിവാകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുമ്പോഴാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചു കഴിഞ്ഞാലോ അത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കാരുണ്യം പറഞ്ഞാൽ ഇൽമും അതുപോലെ നല്ല സ്വഭാവവും കർമ്മങ്ങളും ചെയ്യാനുള്ള അവസരം. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒന്നായി കഴിഞ്ഞാൽ ആ നഫ്സ് പിന്നെ എന്താകും? അത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നഫ്സായി മാറും. സലഫുകൾ പറയാറുണ്ട്, നഫ്സ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പോലെയാണ്, ഒരു കുട്ടിയെ പോലെ. അതിനെന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ തിന്മയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ തിന്മയിലേക്കാണ് പ്രേരിപ്പിക്കുക. നന്മ ചെയ്തിട്ടാണ് ശീലിപ്പിക്കുന്നതെങ്കിൽ കൂടുതൽ നന്മ ചെയ്ത് ശീലിക്കാൻ നമുക്കത് കൂടുതൽ പ്രേരിപ്പിക്കും. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പൊ രാത്രി നിസ്കാരം ഒരു ഉദാഹരണം വിചാരിച്ചാൽ, രാത്രി നിസ്കരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയം ഉണ്ടാവും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു ഒരു സമയം ഉണ്ടാവും. അപ്പോ നഫ്സിനെ നിസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉറങ്ങണം എന്നുള്ള പ്രേരണ ഉണ്ടാകുമ്പോൾ നഫ്സിനെ ഉറങ്ങിയിട്ടാണ് ശീലിപ്പിക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും. ഒന്നോ രണ്ടോ ദിവസം കുറച്ച് കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം മുതൽ നഫ്സ് നിസ്കരിക്കണമല്ലോ എന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലാകും. അതാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പോ അമ്മാറത്തും ബിസ്സു ആയ നമ്മുടെ മനസ്സിനെ, നഫ്സ് എന്നുള്ള പദം മനസ്സ് എന്നുള്ള അർത്ഥമൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്, മനസ്സിലാക്കുക എന്നുള്ളത് ഇപ്പോൾ സാധിക്കുള്ളൂ. അതിനെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന നഫ്സാക്കി മാറ്റാൻ സാധിക്കുക. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരു നഫ്സായി മാറിക്കഴിഞ്ഞാൽ അള്ളാഹു നാളെ പറയും, നീ എന്ത് ചെയ്യുക, നീ റബ്ബിന്റെ തൃപ്തിയോടുകൂടി സ്വർഗത്തിലേക്ക്, എന്റെ അടിമകളോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ആ നല്ല നഫ്സിന്റെ ഉടമയോട് പറയും. അപ്പൊ നമ്മൾ പരിശീലിപ്പിക്കേണ്ട പിന്നെ സെൽഫുകൾ പറയാറുള്ള വാക്കാണ് അദ്ദിബ് നഫ്സക് കമാ തുഅദ്ദിബ് ഔലാദക്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അത് പഠിപ്പിക്കുന്ന പോലെ നിങ്ങളുടെ നഫ്സിനെ അത് പഠിപ്പിക്കണം. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, ഇന്നത് ഇതാക്കരുത്, ഇന്നത് ഇതാക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം എന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അപ്പൊ ഖുർആനിൽ 3 തരത്തിലാണ് അള്ളാഹു നഫ്സിനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് നഫ്സുൻ അമ്മാറത്തുൻ ബിസ്സൂ, തിന്മക്ക് പ്രേരിപ്പിക്കുന്നത്. 2 നഫ്സുൽ ലവ്വാമ, തിന്മകൾ ചെയ്താൽ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നത്. 3-മത്തെ നഫ്സുൽ മുത്മഇന്ന, സമാധാനമടഞ്ഞ നഫ്സ്. അപ്പോ അടിസ്ഥാനപരമായിട്ടുള്ള തിന്മക്ക് പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് അറിവും മറ്റും ലഭിക്കുമ്പോൾ ഒരു കുറ്റബോധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തും. പിന്നെ പൂർണ്ണമായി അള്ളാഹു തൃപ്തിപ്പെട്ട അവസ്ഥയിലാകുമ്പോൾ നഫ്സുൽ മുത്മഇന്നയായിട്ട് മാറും. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്. നഫ്സിന്റെ അടിസ്ഥാന വിശേഷണം അമാറത്തും ബിസൂ ആണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതിലൂടെയാണ് അത് മാറുന്നത്. എന്നിട്ട് പറയാണ് ഫഅലൽ അബ്ദി അൻ യസ്അ ഫി ഇസ്ലാഹി നഫ്സിഹി വഇഖ്റാജിഹാ മിൻ ഹാദൽ വസ്ഫിൽ മദ്മൂം വഹുവ അന്നഹാ അമാറത്തും ബിസൂ. അതുകൊണ്ട് ഒരു അടിമ എന്ത് ചെയ്യണം? ഈ മോശപ്പെട്ട ഈ വിശേഷണത്തിൽ നിന്ന് തന്റെ നഫ്സിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി അടിമ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വദാലിക ബിൽ ഇജ്തിഹാദ്, അതെങ്ങനെയാണ് സാധിക്കുക? കഠിനമായ പരിശ്രമം. വതഖല്ലുഖുഹാ ബിഅഹ്സനിൽ അഖ്ലാഖ് വസുആലുല്ലാഹി അലാ ദവാം, അവൻ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ പരിശീലിച്ചെടുക്കണം. അള്ളാഹുവിനോട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. എത്രയോ ദുആകൾ കാണാം. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുദാ വത്തുഖാ വൽ അഫാഫ് വൽ ഗിനാ. അല്ലാഹ് പിന്നെ അതുപോലെ ധാരാളം നഫ്സിനെ നന്നാക്കാനുള്ള ദുആകൾ കാണാൻ സാധിക്കും. വയുക്സിറ മിന ദുആഇ അൽ മഅ്സൂർ, എന്നൊരു ദുആ ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ് അള്ളാഹുവിനോട് തേടേണ്ടത്. അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഅ്മാലി വൽ അഖ്ലാഖ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ ദുആ എന്താണ്? അല്ലാഹുമ്മ ഹ്ദിനി ലിഅഹ്സനിൽ അഅ്മാലി വൽ അഖ്ലാഖ്, അല്ലാഹുവേ എന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിലേക്കും കർമ്മത്തിലേക്കും നീ വഴി കാണിക്കണമേ, കർമ്മങ്ങളിലേക്കും. ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാളും അതിലേക്ക് വഴി കാണിക്കില്ല. വസ്രിഫ് അന്നി സയ്യിഅൽ അഅ്മാലി വൽ അഖ്ലാഖ്, മോശപ്പെട്ട കർമ്മങ്ങളിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും നീ എന്നെ തെറ്റിക്കണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, നീയല്ലാതെ ഒരാളും അതിൽ നിന്ന് എന്നെ തെറ്റിക്കുകയില്ല എന്നുള്ള ദുആ. അതുപോലെ ധാരാളം ദുആകൾ വന്നിട്ടുണ്ട്. അതെല്ലാം എന്ത് ചെയ്യണം? ജീവിതത്തിൽ അല്ലാഹുവിനോട് തേടി പ്രവർത്തിച്ച് ആ നഫ്സിനെ നന്നാക്കി എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത ഒരു ഫായിദ, വഫി തവാഇ ഫിൽ ഖിസ്സതി ഫളീലത്തുൽ ഇൽമി മിൻ വുജൂഹിൻ കസീറത്തിൻ. ഈ സൂറത്തു യൂസുഫിൽ വ്യത്യസ്തമായ രീതിയിൽ ഇൽമിന്റെ ഫളിലിനെ പറഞ്ഞു തരുന്നുണ്ട്. ഇൽമിന്റെ ശ്രേഷ്ഠതയെ, അഥവാ അറിവ് കൊണ്ടുണ്ടാകുന്ന ശ്രേഷ്ഠതയെ, അറിവിന്റെ ശ്രേഷ്ഠതയെ ഈ സൂറത്തിലെ വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പല തവണകളായി പറഞ്ഞു തരുന്നുണ്ട്. വബയാനു അന്നഹു സബബു റിഫഅതി ഫി ദുനിയ വൽ ആഖിറ, ഈ സൂറത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് ദുനിയാവിലും പരലോകത്തിലും ഉയർച്ചയുണ്ടാകണമെങ്കിൽ, ഉന്നതമായ സ്ഥാനം ലഭിക്കണമെങ്കിൽ അത് ഇൽമ് ഒരു കാരണമാണ്. വസബബു സലാഹി ദീനി വദ്ദുനിയ, ഒരാളുടെ ദീനും ദുനിയാവും നന്നാവണമെങ്കിൽ അതിന് ഇൽമ് ഒരു കാരണമാണ്. യൂസുഫ് അലൈഹിസ്സലാം ലം യനൽ മാ നാല ഇല്ലാ ബിൽ ഇൽം, യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്തെല്ലാം കാര്യങ്ങൾ ദുനിയാവിലും പരലോകത്തുമായി ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ ലഭിച്ചത് എന്തുകൊണ്ട് മാത്രമാണ്? ഇൽമു കൊണ്ട് മാത്രമാണ്. വലിഹാദാ ഖാല ലഹു അബൂഹു, അതുകൊണ്ടാണ് യാഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് വകദാലിക യജ്തബീക റബ്ബുക വയുഅല്ലിമുക മിൻ തഅ്വീലിൽ അഹാദീസ്, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുക്കുകയും ഈ സ്വപ്ന വ്യാഖ്യാനം അതുപോലുള്ള ഇൽമു പഠിപ്പിക്കുകയും ചെയ്യും എന്നുള്ളത്. എന്നിട്ട് പറയാണ് ഓരോ സന്ദർഭങ്ങളിൽ എന്താണ് ഇൽമിന്റെ ഫദ്ല് സൂറത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയാണ്. വംതന്ന അലൈഹി വഖ്ത മുക്സിഹി ഇൻദ അസീസ് മിസ്ർ ബിത്തജറുദി ലിൽ ഇൽം വഹാസ മഖാം അൽ ഇഹ്സാൻ ബിൽ ഇൽം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്റിലെ അസീസിന്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് അറിവ് നേടാനും അറിവ് അറിയാനും മനസ്സിലാക്കാനും അതിനെല്ലാമുള്ള അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു സ്ഥാനവും ലഭിച്ചു. വഖറജ മിന അസ്ജിനി ഫി ഹാലിൽ ഇസ്സി വൽ കറാമത്തി ബിൽ ഇൽം, ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
പ്രതാപത്തോടുകൂടി ആദരവോടുകൂടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. വതമക്കന ഇൻദ മലിക് മിസ്ര, മിസ്റിന്റെ രാജാവിന്റെ അടുക്കൽ ഒരു സ്ഥാനം ലഭിച്ചു. വസ്തഖ്ലസഹു ലിനഫ്സിഹി ഹീന കല്ലമഹു വഅറഫ മാ ഇൻദഹു മിനൽ ഇൽം. യൂസുഫ് നബി അലൈഹിസ്സലാമിന് രാജാവിന്റെ അടുക്കൽ ആ സ്ഥാനവും പ്രത്യേക പദവിയൊക്കെ ലഭിച്ച എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇൽമിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. വദബ്ബറ അഹ്വാലൽ ഖൽഖി ഫിൽ മമാലികിൽ മിസ്രിയ ബിസ്ലാഹി ദുനിയാഹും, ആ മിസ്റിന്റെ ആളുകളുടെ ദുനിയവിയായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വഴി, നേരെ അത് ക്രമീകരിക്കുന്നത് വഴി, വഹുസ്നി തദ്ബീരിഹി ഫി ഹിഫ്ളി ഖസാഇനിൽ അർള് വതസ്രീഫിഹാ വതൗസീഇഹാ ബിൽ ഇൽം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ വീതിച്ച് കൃഷിയൊക്കെ 7 വർഷം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചെയ്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ എന്നിട്ടും പറയാണ് വഇൻദ നിഹായത്തി അംരിഹി, ഇതിന്റെ എല്ലാം അവസാനത്തിൽ തവസ്സല ഇലാ റബ്ബിഹി അൻ യതവല്ലാഹു ഫി ദുനിയാ ബിൽ ഇൽം, അല്ലാഹുവിനോട് സഹായം ചോദിച്ചു ഇൽമ കൊണ്ട് ഇൽമ നൽകണമേ എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ദുആയിൽ കാണാം, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫവദായിലുൽ ഇൽമി വസമറാതുഹു ففضائل العلم وثمراته الجليلة العاجلة والآجلة لا تعد ولا تحصى. ഇൽമിന്റെ ഫضല്, മഹത്തരമായിട്ടുള്ള ഫضല് ദുനിയാവിലും പരലോകത്തുമുള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതായത് നമ്മൾ ചിന്തിച്ചാൽ മതി, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സൗന്ദര്യത്തിന് മേലെ ഇൽമുള്ള ശ്രേഷ്ഠത. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടക്കാൻ കാരണമായത് എന്താ? സൗന്ദര്യമാണ്. ജയിലിൽ നിന്ന് പുറത്തു വരാൻ കാരണം എന്തായതാണ്? ഇൽമാണ്. ഏത് രീതിയിൽ നോക്കിയാലും ഇൽമിനോളം എത്തുന്ന വേറൊന്നുമില്ല. അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല. ഒരാളുടെ അറിവ് അവനെ ഉന്നതമായ സ്ഥാനത്തേക്ക് ദുനിയാവിലും പരലോകത്തും എത്തിക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ധാരാളം നിങ്ങൾ നോക്കി സലഫുകളിൽ അറിയപ്പെടുന്ന ഉലമാക്കൾ, ഹസൻ ബസീർ റഹിമഹുല്ലാഹ്, അതാ ഇബ്നു അബി റബാഹ്, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ്, അങ്ങനെ പലരും. സുഫിയാൻ അസ്സൗരി എനിക്ക് സംശയമുണ്ട്, പക്ഷെ ബാക്കിയുള്ള രണ്ടാളുകളും അടിമകളായിരുന്നു. അവരെന്താണ്? ഇൽമിന്റെ ഉന്നതമായ ദർജയിലെത്തിയിട്ടുണ്ട്. പല ഇമാമിങ്ങളും അടിമകളായിരുന്നു. അവർ പലരും ഉന്നതമായ സ്ഥാനത്തെത്തിയത് ഇൽമു കൊണ്ടാണ്. ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തണോ അത് ഇൽമുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോട് നിങ്ങൾ ദീനിയായിട്ടുള്ള ഇൽമു പഠിക്കുക എന്നുള്ളത് എല്ലാ നിലക്കും നിങ്ങൾക്ക് ഖൈറല്ലാതെ ഒന്നും കൊണ്ടുവന്നിരില്ല. നൂറാണ്. ദുനിയാവിലും ഖബറിലും പരലോകത്തും എല്ലാം നൂറായിട്ടുള്ള കാര്യമാണ് ഇൽമ് എന്നത്. ഈ സൂറത്തിൽ നിന്നുള്ള ചില പാഠങ്ങളാണ്. ഇതിന് പുറമെ ധാരാളം ഇൽമിന്റെ ഫضലുകൾ നമുക്കറിയാം. അടുത്ത ഫായിദ, വഫീഹാ അന്ന ശിഫാഅ അൽ-അംറാദ് കമാ യകൂനു ബിൽ അദ്വിയത്തി അൽ-ഹിസ്സിയ്യ യകൂനു ബി അസ്ബാബി റബ്ബാനിയ്യ. ഈ സൂറത്തിൽ നിന്നുള്ള മറ്റൊരു ഫായിദ, ഈ കഥയിൽ നിന്നുള്ള മറ്റൊരു ഫായിദ, അന്ന ശിഫാഅ അൽ-അംറാദ്, രോഗങ്ങൾക്കുള്ള ശമനം, കമാ യകൂനു ബിൽ അദ്വിയത്തി അൽ-ഹിസ്സിയ്യ, അതിന് കാരണമായി നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ഉപയോഗിക്കുന്ന മരുന്നുകളെ പോലെ തന്നെ അത് കാരണമാകും. സാധാരണ ഹിസ്സിയ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് രോഗം മാറാം. അതുപോലെ തന്നെ യകൂനു ബി അസ്ബാബിൻ റബ്ബാനിയത്തിൻ, അല്ലാഹുവിൽ നിന്നുള്ള ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും രോഗം മാറാൻ കാരണമാകും. എന്താണ് പറയുന്നത്? ബൽ യഹ്സുലു ബിഹാദാ അൻ-നൗഇ മിൻ അൻവാഇ ശിഫാ മാ ലാ യഹ്സുലു ബിഗൈരിഹി. അതായത് മറ്റുള്ള മരുന്നുകൾ കൊണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ടൊന്നും ശമനം ലഭിക്കാത്ത പല കാര്യങ്ങൾക്കും ഇതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് ശിഫ ലഭിക്കും. ഫയഅഖൂബ് അലൈഹിസ്സലാം, യഅഖൂബ് നബി അലൈഹിസ്സലാം ഖദ് ബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നി വദഹബ ബസറഹു. യഅഖൂബ് നബി അലൈഹിസ്സലാമിന് ദുഃഖം കാരണത്താൽ, യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെട്ടതിന്റെ വിഷമം കാരണത്താൽ കരഞ്ഞുകൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടു. فجعل الله شفاءه وإبصاره بقميص يوسف حين ألقاه على وجهه. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഷിഫ എന്നുള്ളത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിലാണ് അള്ളാഹു വെച്ചത്. ആ വസ്ത്രം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. ഫർതദ്ദ ബസീറൻ, കാഴ്ച തിരിച്ചു കിട്ടി. ലിമാ കാന ഫീഹി മിൻ റായിഹത്തി യൂസുഫ് അല്ലദീ കാന ദാഉ ഐനൈഹി മിൻ ഹുസ്നിഹി അലൈഹി. കാരണം ആ വസ്ത്രത്തിലുണ്ടായിരുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഗന്ധം, അത് അദ്ദേഹത്തിന്റെ ദുഃഖം കാരണത്താൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടതിനുള്ള പകരമായിട്ടുള്ള ഒരു മരുന്നായി മാറി. ഫസാറ ശിഫാഉഹു അൽ വഹീദ് മഅ ലുത്ഫില്ലാഹി ഫി ഖമീസി ജസദിഹി. ആ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രത്തിലുള്ള അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ടും ആ ഒറ്റ കാരണം കൊണ്ടാണ് രോഗം മാറിയത്.
വേറെ എന്തെങ്കിലും ചികിത്സയോ മരുന്നോ ഉപയോഗിച്ചിട്ടല്ല. വമൻ ഖാല, ഇനി ചില ആളുകൾ പറഞ്ഞത് കാണാം, ഇന്നൽ ഖമീസ മിനൽ ജന്ന, ആ വസ്ത്രം സ്വർഗ്ഗത്തിൽ നിന്നായിരുന്നു. ഫലൈസ ഇൻദഹു ബിദാലിക ദലീൽ, അതിനൊരു ദലീലുമില്ല. ചില ആളുകൾ മുഫസ്സിരീങ്ങൾ തഫ്സീറുകളും മറ്റാരെങ്കിലും വാക്കുകളായിരിക്കും, അത് സ്വർഗ്ഗത്തിൽ നിന്നാണ്, അതിനൊരു ദലീലുമില്ല. വല്ലാഹു ഖാദിറുൻ അലാ അയ്യശ്ഫിയഹു മിൻ ദൂന സബബിൻ, ഒരു കാരണവുമില്ലാതെ രോഗം മാറ്റാൻ അള്ളാഹു കഴിവുള്ളവനാണ്. വലാകിന്നഹു ഹകീമുൻ, പക്ഷെ അള്ളാഹു ഹക്കീമാണ്, യുക്തിയുള്ളവനാണ്. അള്ളാഹു അസീസ് മാത്രമല്ല, ഖദീർ മാത്രമല്ല, ഹക്കീമുമാണ്, യുക്തിയുള്ളവനാണ്, അറിവുള്ളവനാണ്. അതായത് ഒരാൾക്കൊരു കഴിവുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അയാളെ പൂർണ്ണനാക്കൂല. അപ്പൊ ഒരാൾക്ക് നല്ല ശക്തിയുണ്ട്, ആ ശക്തിയുള്ളതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, കണ്ണി കണ്ടൊക്കെ എറിഞ്ഞു പൊട്ടിക്കാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപദ്രവിക്കുകയും ചെയ്യാം. പക്ഷെ ഒരാൾക്ക് ഇൽമും ഹിക്മത്തും ഉണ്ടാകുമ്പോഴാണ് ആ കഴിവിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയുന്നത്. അള്ളാഹു അസീസുമാണ്, ഹക്കീമുമാണ്. എന്നിട്ട് പറയാണ്, جعل الأمور تجري بأسباب ونظامات قد تهتدي العقول إلى معرفتها وقد لا تهتدي. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു വെച്ചു, ഓരോ കാര്യത്തിനും ഓരോ സബബുകളും അതിന്റെ രീതികളും വെച്ചിട്ടുണ്ട്. അത് ചില ആളുകൾക്ക് മനസ്സിലാകുന്നതുണ്ടാവും, മനസ്സിലാകാത്തതും ഉണ്ടാകും. വനലീറു ദാലിക അയ്യൂബ് അലൈഹിസ്സലാം, അതിനൊരു ഉദാഹരണമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. വസല ബിഹി അൽ മർദ് വദ്ദുർ ഇലാ ഹാലത്തിൻ തഅദ്ദറ മിൻഹ അശ്ശിഫാ വഅഇയത്തിൽ അത്തിബ്ബാ, അദ്ദേഹത്തിന്റെ രോഗം മൂർച്ഛിച്ച് ഷിഫായിന് ഇനി ഒരു സാധ്യതയില്ല, രോഗം മാറൂല, വൈദ്യന്മാരെല്ലാം ഇനിയൊരു രക്ഷയുമില്ല പറഞ്ഞ സന്ദർഭം. ഫഹൈസു അറാദല്ലാഹു ശിഫാഅഹു അമറഹു അൻ യർകുദ ബിരിജ്ലിഹി അൽ അർദ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ഷിഫ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു കൽപ്പിച്ചു ഭൂമിയിൽ തന്റെ കാലുകൊണ്ട് ഒന്ന് അടിക്കാൻ. ഫഅൻബഅ ലഹു ഐനൻ ബാരിദതൻ, അവിടെ നിന്ന് അപ്പോൾ ഒരു തണുത്ത ഒരു അരി പോലെയുള്ള വെള്ളം ഒഴുകി. വഅമറഹു അയ്യശ്റബ മിൻഹാ വയഗ്തസില, അതിൽ നിന്ന് കുടിക്കാനും അത് ആ വെള്ളം കൊണ്ട് കുളിക്കാനും കൽപ്പിച്ചു. ഫഅദ്ഹബല്ലാഹു മാ ഫീ ബാത്തിനിഹി വദാഹിരിഹി മിൻ ഹാദാ ദറർ, അതിലൂടെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് ആ ദോഷം കൊണ്ട് ബാഹ്യമായിട്ടും ഉള്ളിലും ഉണ്ടായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കി. വആദക അഹ്സന മാ അൻത റായിൻ, ഏറ്റവും കാണാനുള്ള ഏറ്റവും നല്ല രൂപത്തിലായി മാറ്റി. ഖാല തആല, സൂറത്തു സ്വാദിലെ 42ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഉർകുബ് ബിരിജ്ലിക ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബുൻ. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതാ, നീ മണ്ണ് അടിക്കുക, അതിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക. فهو تعالى يشفي العباد بأدوية وأسباب حسية وبأسباب ربانية معنوية. അല്ലാഹു ആണ് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ കൊണ്ടും ഷിഫ നൽകുന്നത്, അതല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഷിഫ നൽകുന്നത്. സൂറത്തുൽ അൻആമിലെ 17ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം ബാധിച്ചാൽ അള്ളാഹുവിനല്ലാതെ മാറ്റാൻ സാധിക്കില്ല. കമാ അന്നഹു തആല യൂജിദുൽ അശ്യാ ബിഅസ്ബാബിൻ ഹിസ്സിയത്തിൻ മഅലൂമത്തിൻ, അള്ളാഹു ഏതൊരു കാര്യവും ഉണ്ടാക്കുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന കാരണങ്ങൾ കൊണ്ടാണ്. അതുപോലെ തന്നെ വബി അസ്ബാബിൻ റബ്ബാനിയത്തിൻ ലാ തഹ്തദി അൽ ഉഖൂലു ഇലൈഹാ, മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ടും ചില കാര്യങ്ങൾ നടത്തും. കമാ ഫീ മുഅ്ജിസാത്തിൽ അംബിയാ, അംബിയാക്കളുടെ മുഅ്ജിസത്തുകൾ പോലെ, വ കറാമാത്തിൽ ഔലിയാ, ഔലിയാക്കളുടെ കറാമത്തുകൾ പോലെ, വആയാതിഹി നഫ്സിയ്യതി വൽ കൗനിയ, മറ്റുള്ള പല നമ്മൾ കാണുന്ന ദൃഷ്ടാന്തങ്ങൾ പോലെ. വഹുവൽ മഹ്മൂദ് അലാ ഹാദാ വഅലാ ഹാദാ, ഒന്ന് ഒരു തരത്തിലുള്ളതാണ്, മറ്റൊന്ന് വേറെ തരത്തിലുള്ളതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഈ പറഞ്ഞത് മനോഹരമായിട്ടുള്ള വാക്കുകളാണ്. അള്ളാഹുവിന്റെ കഴിവും ഹിക്മത്തും അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ നല്ല വാക്കുകളാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനും ദുനിയാവിൽ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാരണങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ നടത്തും, മനസ്സിലാകാത്ത കാരണങ്ങൾ കൊണ്ട് നടത്തും. അപ്പൊ ഒരു രോഗം മാറുന്നതിന് ചില മരുന്നുകൾ കാരണമായി വെച്ച് രോഗം മാറ്റുന്നത് കാണാം. അതല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ അള്ളാഹു രോഗം മാറ്റാം. പക്ഷെ രണ്ടും എന്താണ്? അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെയും തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്.
ഈ കാരണങ്ങളെ അള്ളാഹു വെച്ചിട്ടുള്ളത് മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാനുള്ള ഹിക്മത്തായിക്കൊണ്ട് മാത്രമാണ്. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പൊ അള്ളാഹുവിന്റെ മാത്രം ഉദ്ദേശങ്ങൾ കൊണ്ട് നടക്കുന്നതാണ് നബിമാരുടെ മുഅ്ജിസത്തുകൾ, അതുപോലെ ഔലിയാക്കൾക്ക് ഉണ്ടാവുന്ന കറാമാറ്റുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ സൂറത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രം ഇട്ടപ്പോൾ യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശിഫാ നൽകാൻ ഒരു സബബിന്റെ ആവശ്യം നിർബന്ധമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ്. അടുത്ത ഫായിദ വമിൻഹാ ജവാസു സുആലിൽ ഖൽഖി ഖുസൂസൻ അൽ മുലൂക് ഇൻദ ദറൂറ. ഈ സൂറത്തിൽ നിന്ന് മറ്റൊരു ഫായിദ സൃഷ്ടികളോട് എന്തെങ്കിലും ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ചോദിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പ്രത്യേകിച്ചും രാജാക്കന്മാരോട് ചോദിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. ഇവിടെ ഇത് പറയുന്നതിന് മുമ്പ് ഇതൊരു ഫായിദയായി പറയാനുള്ള കാരണം, അടിസ്ഥാനപരമായിട്ട് ദീനിൽ ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം ഔദാര്യമായിട്ട് ചോദിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു യാചന പോലെ അല്ലെങ്കിൽ ആ രീതിയിൽ ചോദിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ദീനിൽ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എല്ലാം ഹറാമാണ് എന്ന് നിലക്ക് പറഞ്ഞു കാണാം. എന്നാൽ മനുഷ്യരാണ്, ചില അത്യാവശ്യ സമയങ്ങൾ ഉണ്ടാകും, അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകും എന്നതിനാൽ അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അത് അനുവാദമുണ്ട് എന്ന് അറിയിക്കുന്ന ദലീൽ ഇതിലുണ്ട് എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇത് പ്രത്യേകം ഫായിദയായി കൊടുക്കാനുള്ള കാരണം. ഇനി രാജാക്കന്മാരോടോ മറ്റോ ആണെങ്കിൽ അത് ചോദിക്കൽ ഒന്നുകൂടി അനുവദനീയമായിട്ടുള്ള കാര്യമാണ് എന്നതാണ്. ഇതിനെപ്പറ്റി ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ലിഖൗലി ഇഖ്വതി യൂസുഫ് അലൈഹിസ്സലാം. എന്താണ് അതിന് മനസ്സിലാക്കാനുള്ളത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരങ്ങൾ ചോദിച്ച വാക്കാണ്. യാ അയ്യുഹൽ അസീസു മസ്സനാ വഅഹ്ലനാ അദ്ദുർ വജിഅനാ ബിബിദാഅത്തിൻ മുസ്ദാത്തിൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങള് ബെന്യാമീനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. വീണ്ടും ഉപ്പാന്റെ നിന്ന് തിരിച്ചു വരികയാണ്. അവിടെ പട്ടിണിയും കഷ്ടപ്പാടായിട്ട് തിരിച്ചു വരിക. എന്നിട്ട് പറയാണ്, യാ അയ്യുഹൽ അസീസ്, രാജാവേ, മസ്സനാ വഅഹ്ലനാ അദ്ദുർ. യൂസുഫ് നബിയോട് പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിന് ദോഷം ബാധിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും. വജിഅനാ ബിബിദാഅത്തിൻ മുസ്ദാത്തിൻ, ഞങ്ങളിതാ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങൾ, അതായത് അന്ന് യൂസുഫ് നബി അലൈഹി സ്വലം ചെയ്യാറുള്ളത്, വേറെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള എന്താണോ വസ്തുക്കള് അത് കൊടുത്തിട്ട് അതിന് പകരമാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് വില കുറഞ്ഞ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫൗഫിലനൽ കൈൽ, ഞങ്ങൾക്ക് നല്ല സാധനങ്ങൾ കൊടുത്താൽ എത്രയാണോ തരുന്നത് അത്ര തന്നെ ഞങ്ങൾക്ക് തരണം. വതസദ്ദഖ് അലൈന, അത് ഞങ്ങൾക്ക് സദഖയായിട്ട് ദാനമായിട്ട് എന്തെങ്കിലും തരണം. ഇന്നല്ലാഹു യജ്സി അൽ മുതസദ്ദിഖീൻ, അല്ലാഹു സദഖ നൽകുന്നവർക്ക് പ്രതിഫലം നൽകും. അപ്പൊ സദഖ അങ്ങോട്ട് ചോദിക്കുക, സദഖ ചോദിച്ചു വാങ്ങുക എന്നുള്ളത് എന്തല്ല പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. فإنهم سألوا المحاباة في المعاملة والصدقة بدون عوض. പകരം ഒന്നും കൊടുക്കാല്ലാതെയാണ് ഇവരെന്ത് ചോദിക്കുന്നത്? ഈ സഹോദരന്മാർ യൂസുഫ് നബിയോട് ചോദിച്ചിട്ടുള്ളത്. വഇന്നമാ ഖുൽതു ഖുസൂസൻ അൽ മുലൂക്. നീ ഈ ഇതിൽ നിന്ന് ഏതൊരു സൃഷ്ടിയോടും ചോദിക്കാന്ന് പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് രാജാവാണ്, രാജാവിനോട് പ്രത്യേകം ചോദിക്കൽ അനുവദനീയമാണ്. ലിഅന്നൽ മുലൂക ലാ യുസ്അലൂന മിൻ അംവാലിഹിം അൽ ഖാസ്സ. കാരണം രാജാക്കന്മാരോട് ചോദിക്കുന്നത് അവരുടെ സമ്പത്ത് നിന്നല്ല, അവർക്ക് പ്രത്യേകമായുള്ള സമ്പത്ത് നിന്നല്ല. വഇന്നമാ യുസ്അലൂന മിൻ ബൈത്തിൽ മാലി അല്ലദീ ഹുവ ലിൽ മസാലിഹിൽ ഉമൂമിയ്യ. രാജാവിനോട് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ എന്തെന്നാ ചോദിക്കുന്നത്? ബൈത്തുൽ മാലിൽ നിന്നാണ്, അത് എല്ലാവരുടെയും പൊതു നന്മയ്ക്കുള്ളതാണ്. വഅഹമ്മുൽ മസാലിഹ് ദഫ്ഉ ദറൂറത്തി വഅഹമ്മുൽ മസാലിഹ് ദഫ്ഉ ദറൂറത്തിൽ മുത്തദ്ദീൻ. ഏറ്റവും വലിയൊരു മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യക്കാരന്റെ ഞെരുക്കം ഒഴിവാക്കി കൊടുക്കലാണ്. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുള്ള ചർച്ച എന്താണ്? മസ്അല ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകളോട് ദാനം ചോദിക്കുക അല്ലെങ്കിൽ ദാനമായിട്ട് യാചിക്കുക, ആ കാര്യം ഇസ്ലാം തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ദാനം ചോദിക്കുന്നതൊക്കെ ഹറാമായിട്ടാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. എന്നാൽ നിർബന്ധ സാഹചര്യങ്ങളിൽ ചോദിക്കൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്നാൽ ഇതിൽ ശക്തമായ നിലപാടെടുത്ത ആളുകളുണ്ട്. ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരെല്ലാം ഒരു വളരെ ശക്തമായി ഒരാളോടും ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ്. അവരുടെ ചരിത്രം വായിച്ചാൽ അത്രയും പട്ടിണിയായിട്ട് പോലും ഒരാളോടും ചോദിക്കാതെ ജീവിച്ചിരുന്ന ആളുകളൊക്കെയാണ്. അവരത്രയും ഗൗരവമായിട്ട് അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ അനുവദനീയമാണ് എന്ന് കിട്ടി. ഇനി രാജാക്കന്മാരോടാണെങ്കിൽ ഒന്നുകൂടി അത് അനുവദനീയമാണ്. കാരണം രാജാക്കന്മാരെന്താണ്? അവർക്ക് പൊതുസ്വത്താണ് അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് ആവശ്യക്കാരന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അത് സാധിക്കും, അത് അനുവദനീയമാണ്. രാജാക്കന്മാരോട് പ്രത്യേകം ചോദിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാം. അടുത്ത ഫായിദ, വമിൻ ഫവായിദിൽ ഖിസ്സ, ഈ കഥയിലുള്ള മറ്റൊരു ഫായിദ, അന്നൽ ജഹ്ല കമാ യുത്ലഖു അലാ അദമിൽ ഇൽം. ജഹ്ല്, വിവരക്കേട് എന്ന് പറയുന്നത്
ഇൽമിന്റെ ഇല്ലായ്മയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിലും ഫഇന്നഹു യുത്ലഖു അലാ അദമിൽ ഹിൽം, അത് വിവേകത്തിന്റെ അഥവാ ഇൽമു കൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഇല്ലായ്മ കൂടി അറിയിക്കുന്നുണ്ട്. വഅല ഇർതികാബി ദംബ്, അത് അങ്ങനെ പാപങ്ങളിൽ മുഴുകുക എന്നുള്ളത്. ഈ വിഷയം വായിക്കാം, ഇതിൽ ഇബ്നു സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞത് വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. ലിഖൗലിഹി തആല, അല്ലാഹു തആല സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ വേണ്ടി ഇമ്രത്തു അസീസും അതുപോലെ മറ്റുള്ള സ്ത്രീകളും കൂടി ശ്രമിച്ച സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്ത ദുആയിലെ വാക്കാണത്. അതിൽ പറയുന്നത് വഇല്ലാ തസ്രിഫ് അന്നി, നീ എന്നെ ഇതിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല എങ്കിൽ, കൈദഹുൻ, നിന്റെ അവരുടെ തന്ത്രത്തിൽ നിന്ന് എന്നെ തെറ്റിച്ചിട്ടില്ല എങ്കിൽ, അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ, ഞാൻ അവരിലേക്ക് വീണുപോയിട്ട് എന്താവും, ജാഹിലീങ്ങളിൽ പെട്ടുപോകും. വഖൗലുഹു, അതുപോലെ തന്നെ സൂറത്ത് യൂസുഫിലെ തന്നെ 89-ാമത്തെ ആയത്തിൽ ഹൽ അലിംതും മാ ഫഅൽതും ബിയൂസുഫ വഅഖീഹി ഇദ് അൻതും ജാഹിലൂൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ പിന്നെ സഹോദരങ്ങൾ വന്ന സന്ദർഭത്തിൽ തിരിച്ചു പറയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യൂസുഫിനെയും സഹോദരനെയും കൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങൾ ജാഹിലികളായിരുന്ന കാലത്ത് എന്ന്. ലൈസൽ മഅനാ ഫി ദാലിക അദമുൽ ഇൽം, ഇവിടെ ജാഹിലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പൊ യൂസുഫ് നബി പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ജാഹിലികൾ പെട്ടുപോകും, ഞാൻ അറിവില്ലാത്തവർ പെട്ടുപോകുന്നാണോ? അല്ല, ഇവിടെ ജഹ്ലു ഉദ്ദേശിച്ചത് അറിവില്ലായ്മയല്ല. ഈ ആളുകളെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ അറിവില്ലായ്മ എന്നല്ല. വഇന്നമാ ഹുവ അദമുൽ അമലി ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം ആ ഇൽമു കൊണ്ട് കർമ്മം ചെയ്യാത്തതാണ്. വഖ്തിഹാമുദ് ദുനൂബ്, അങ്ങനെ പാപത്തിൽ മുഴുകിപ്പോയതാണ്. വമിൻ ഖൗലി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത് കാണാം, അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ, ജാഹിലീങ്ങൾ പെട്ടുപോകുന്നതിന് തൊട്ട് ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു. അതുപോലെ സൂറത്ത് നിസായിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب. തൗബ എന്നുള്ളത് ജഹ്ല് കൊണ്ട് പാപം ചെയ്യുകയും എന്നിട്ട് തൗബ ചെയ്യുന്ന ആളുകൾക്കും ഉള്ളതാണ്, ഉടനെ തന്നെ തൗബ ചെയ്യുന്ന ആളുകൾക്കുള്ളതാണ്. വകുല്ലു മൻ അസല്ലാഹു ഫഹുവ ജാഹിലുൻ, അല്ലാഹുവിനെ ധിക്കരിക്കുന്നവനൊക്കെ ജാഹിലാണ്. ബിഇഅ്തിബാരി അദമിൽ അമലി ബിൽ ഇൽം, എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ, കർമ്മം ചെയ്തില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ലിഅന്നൽ ഇൽമൽ ഹഖീഖി മാ സാലൽ ജഹ്ല ബിഹി വഔജബൽ അമൽ, യഥാർത്ഥ ഇൽമി എന്ന് പറഞ്ഞാൽ ജഹ്ലിനെ ഒഴിവാക്കുന്നതും അമല് അവൻ ആ കർമ്മം നിർബന്ധമാക്കുന്നതുമാണ്. അതായത് ഇവിടെ ഉദ്ദേശിച്ചത്, പൊതുവെ നമ്മൾ ഒരാള് ജാഹിലാണ്, ജഹ്ല് എന്നതിന്റെ അർത്ഥം എന്തിനു ഉപയോഗിക്കുക? ഒരാൾക്ക് അറിവില്ലെങ്കിലാണ് ഉപയോഗിക്കുക. ഒരാൾക്ക് അറിവില്ലെങ്കിലാണ് അവൻ ജാഹിലാണ് എന്നുള്ള പദം ഉപയോഗിക്കുക. പക്ഷെ ഈ സൂറത്തിൽ പല സന്ദർഭങ്ങളിൽ ഖുർആനിന്റെ മറ്റു പല ആയത്തുകളിലും ജാഹിൽ എന്നുള്ള വാക്ക് ഇൽമില്ലാത്തതിന് മാത്രമല്ല, ഇൽമുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യാത്തവനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ജാഹിലാവണമെങ്കിൽ, ഇപ്പൊ വലിയ പണ്ഡിതനാണ് വിചാരിക്കുക, കുറെ ഇൽമുണ്ട്, പക്ഷെ അവൻ ആ ഇൽമനുസരിച്ച് അമല് ചെയ്യാതെ പാപങ്ങളിൽ വീണു പോകുന്നുണ്ടെങ്കിൽ അവൻ എന്താണ്? ജാഹിലാണ്. ജഹ്ല് എന്ന് പറഞ്ഞാൽ ഇൽമ് മാത്രം ഇല്ലാത്തതല്ല, ഇൽമനുസരിച്ച് അമല് ചെയ്തില്ലെങ്കിലും അവൻ എന്താണ്? ജാഹിലാണ്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ഞാൻ ജാഹിലിങ്ങളിൽ പെട്ടുപോകും, അറിവില്ലാത്തവനിൽ പെട്ടുപോകുന്നല്ല അർത്ഥം, ഞാൻ ആ അറിവിനനുസരിച്ച് അമല് ചെയ്യാത്തവനിൽ പെട്ടുപോകുമെന്നാണ് അർത്ഥം. അതുപോലെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദുആ അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ ജാഹിലിങ്ങളിൽ പെട്ടുപോകുന്ന അർത്ഥം ഞാൻ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാത്തവനിൽ പെട്ടുപോകുന്ന അർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നമത് തൗബതു അലല്ലാഹി അല്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ, തൗബ എന്നുള്ളത് തിന്മ ജഹ്ല് കൊണ്ട് ചെയ്യുന്നവനാണ്. അഥവാ എത്ര വലിയ ആലിമാണെങ്കിലും, എത്ര വലിയ മസ്അലകൾ അറിയുന്നവനാണെങ്കിലും, എത്ര വലിയ ഹിഫ്ളുള്ളവനാണെങ്കിലും, അവന്റെ അറിവിനെതിരായിക്കൊണ്ട് പാപങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവൻ എന്താണ്? ജാഹിലാണ്. ഒരാൾക്കും ആലിമായിക്കൊണ്ട് പാപം ചെയ്യാൻ പറ്റൂല, പാപം ചെയ്യുമ്പോൾ അവൻ എന്താണ്? ജാഹിലാണ്. അപ്പോ ഈ ജഹ്ല് എന്ന് പറഞ്ഞാൽ ഇൽമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ആ ഇൽമിനനുസരിച്ച് അമല് ചെയ്യാത്ത അവസ്ഥയും എന്താണ്? ജഹ്ല് തന്നെയാണ്. അടുത്തത് വമിൻഹാ ഖൗലുഹു തആല വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി ദഈമുൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് സഹോദരങ്ങൾ വന്നു പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്തു ചെയ്തു? അളവ് പാത്രം തന്റെ സഹോദരനായ ബെന്യാമീനിന്റെ ചെഞ്ചിയിൽ വെച്ചു.
അങ്ങനെ തിരിച്ചു പോയുന്ന ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞു? ആ സുവാ ഉൽ മലിക്കിന്റെ അളവ് പാത്രം കട്ടെടുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ആണ്. എന്നിട്ട് പറഞ്ഞു വലിമൻ ജാഅ ബിഹി, അത് ആരാണോ കൊണ്ടുവന്ന് തിരിച്ചു തരുന്നത്, ഹിംലു ബഈരിൻ, അവൻ എന്തുണ്ട്, ഒരൊട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള ധാന്യങ്ങൾ, അവിടുന്ന് നൽകുന്ന ധാന്യങ്ങൾ അവൻ അതിന് പകരം നൽകുന്നതാണ്. വഅന ബിഹി സഈം, ഞാൻ അതിന് ഉറപ്പ് നൽകുന്നു, ഞാൻ ഉറപ്പ് നൽകുന്നവനാണ് എന്നുള്ളത്. ഇവിടെ പറയുന്നത് ഉസ്തുദില്ല ബിഹി അലാ സലാസതി അബ്വാബി മിൻ അബ്വാബിൽ ഇൽം. ഈ ഒറ്റ ആയത്തിൽ ഇൽമിന്റെ ബാബുകളിൽ 3 മസ്അലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. 3 അബ്വാബുകൾ ഇൽമിന്റെ ബാബിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ പല മസ്അലയും പല ഫവായിദും ഫിഖ്ഹി ആയിട്ടുള്ള വലിയ മസ്അലകളാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അത് ചെറിയ അതിന്റെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള ഫായിദ മാത്രം പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഇതിൽ ഇതിപ്പോ നേരത്തെ പറഞ്ഞ ചില മസ്അലകൾ അതെല്ലാം ഫിഖ്ഹിന്റെ ബാബിൽ വലിയ ചർച്ചകൾ ഉള്ളതാണ്. അതുപോലെ ഒരു കാര്യമാണ് പറയുന്നത്. ഈ ആയത്തിൽ 3 മസ്അലകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന് ബാബുൽ ജആല, ബാബുൽ ബമാൻ, ബാബുൽ കഫാല. 3 ഫിഖ്ഹി ആയിട്ട് പ്രത്യേകിച്ച് ബൈഇന്റെ വിഷയത്തിലൊക്കെ കച്ചവടവുമായി ബന്ധപ്പെട്ട് വരുന്ന 3 മസ്അലകളാണത്. ഒന്ന് ബാബുൽ ജആല. ജആല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇനാം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറയുമല്ലോ. ഒരാൾ ഇന്നത് കൊണ്ടുവന്നാൽ, അതായത് ഒരു മഅലൂമല്ലാത്ത അമൽ, കൃത്യമായി എന്താണെന്ന് അറിയാത്തൊരു കാര്യം, നീ ഇന്നത് ചെയ്താൽ ഇന്നത് തരും, അതൊരാൾ ജോലി ഏൽപ്പിക്കലാണ്. ഇതങ്ങനെയല്ല, ഇന്ന കാര്യം കണ്ടുപിടിച്ചു കൊണ്ടുവന്നാൽ ഇന്നത് തരുന്നതാണ് എന്നുള്ള ഇനാം പറയാന്നൊക്കെ പറയുമല്ലോ അത്. രണ്ടാമത്തെ വമാൻ, ജാമ്യം നിൽക്കുക എന്നുള്ളത്. വബാബുൽ കഫാല, കഫാല എന്ന് പറഞ്ഞാലും ജാമ്യം പോലെ ഒരാൾക്ക് ജാമ്യം പോലെ നിൽക്കുന്നതിനാണ് പറയാം. ചില വ്യത്യാസങ്ങളുണ്ട്. ലിഅന്ന ഖൗലഹു വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ, ഈ ആയത്തിൽ എന്ത് പറഞ്ഞു? ആ പാത്രം ആരാണോ തരുന്നത് അവൻ എന്തുണ്ട്, അത് പൊതുവായിട്ടുള്ള അറിയിപ്പാണ്. അവന് ഒരു ഒട്ടകത്തിന് കൊണ്ടുപോകാൻ മാത്രമുള്ള സാധനങ്ങൾ നൽകും. മിനഉൽ ജആല, ജആലത്തിൽപ്പെട്ടതാണ്, അഥവാ ഇനാം പറയുന്നതിൽപ്പെട്ടതാണ്. വഹുവ അൻ യജ്അല ശൈഅൻ മഅലൂമൻ ഔ മുഖാറബൻ ലിൽ മഅലൂമി കഹിംലിൽ ബഈർ, പൊതുവായിട്ടുള്ള ഒരു കാര്യം, പൊതുവായിട്ട് ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യത്തെ മറ്റൊരു കാര്യം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതിനാണ് ജആലത്ത് പറയുന്നത്, ഇനാം പറയുന്നതിനാണ്. لأنه متعارف لمن يعمل له عملا معلوما وعملا مجهولا وهي جائزة لما فيه من مصلحة الجاعل والعامل. അപ്പോൾ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇങ്ങനെ ഇനാം പ്രഖ്യാപിക്കുന്നതിന് അനുവദനീയമാണ്, അത് ചെയ്യാവുന്നതാണ്, അത് എന്താണോ കാര്യം അത് പൊതുവായി പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നതാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്നു. അത് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തേത് വഅന ബിഹി സഈം, ഞാനത് നൽകുന്നവനാണ്, ഞാനതിന് സാക്ഷിയാണെന്ന് പറഞ്ഞത്. വാമിനും വകഫീലുൻ, ഒരാൾ ജാമ്യം നിന്നതാണ്. ഒരാൾ ഇന്നത് കൊണ്ടുവന്നാൽ ഇന്നത് ലഭിക്കും എന്നുള്ള അയാൾ എന്താ പറയുന്നത്? വഅന ബിഹി സഈം, ഞാനതിന് ജാമ്യം നിൽക്കുന്നവനാണ്. അപ്പൊ ഒരു കാര്യത്തിന് ജാമ്യം നിൽക്കാം എന്നുള്ളത് അതിനുള്ള ദലീലും ഈ ആയത്തിൽ കിട്ടി. വഹിയ മിൻ ഉഖൂദി തവസ്സുഖതി ബിൽ ഹുഖൂഖി അല്ലതി യതിമു ബിഹാ തൗസീഅൽ മുആമലാത്തി ഇസ്ലാഹിഹാ, അഥവാ പൊതുവായിട്ടുള്ള നന്മകൾക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ഒരു കരാറിൽ ജാമ്യം നിൽക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് ലഭിക്കും. ഇത് ഒക്കെ കച്ചവടവുമായി ബന്ധപ്പെട്ട ഫിഖ്ഹിന്റെ മസലകളാണ്. ഇതിന് ഈ ആയത്തിൽ തെളിവുണ്ട് എന്നാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നത്. منها أن العمل بالشريعة فيه إصلاح الأرض والبلاد. ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് കർമ്മം ചെയ്യുക എന്നുള്ളത് ഭൂമിയിലും അതുപോലെ ഒരു നാട്ടിലും ഇസ്ലാഹ് ഉണ്ടാക്കുന്ന, നന്മ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്തിഖാമത്തുൽ ഉമൂർ, ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു വസ്തിഖാമത്തുൽ ഉമൂർ വൽ അമലു ബിൽ മആസി മിൻ സരിഖത്തിൻ വഗൈരിഹാ ഫീഹാ ഫസാദു ദാലിക്, അഥവാ കളവ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരു നാട്ടിൽ ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നതാണ്. ലിഖൗലിഹിം, ഏതുപോലെ സൂറത്ത് യൂസുഫിൽ പറഞ്ഞതുപോലെ തല്ലാഹി ലഖദ് അലിംതും മാ ജിഅനാ ലിനുഫ്സിദ ഫിൽ അർദി വമാ കുന്നാ സാരിഖീൻ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ, നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ കള്ളുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല, ഞങ്ങൾ കള്ളന്മാരല്ല എന്ന് അവർ പറയുകയുണ്ടായിട്ടുണ്ട്. وكم في القرآن من التصريح أن العمل بالمعاصي
വമുഖാലിഫത്തു റുസ്ലി ഫസാദുൻ ലിൽ അർദ്. ഖുർആനിൽ ധാരാളം വ്യക്തമായി അറിയിച്ചിട്ടുള്ള കാര്യമാണ് തിന്മ ചെയ്യുക അല്ലെങ്കിൽ റസൂലുകളുടെ കൽപ്പനകൾക്ക് എതിരാവുക എന്നുള്ളത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും. വമുതാബഅത്തു റുസ്ലി ഹുവ സലാഹുൽ മുത്ലഖ് സലാഹുദ്ദീൻ വദ്ദുനിയ. റസൂലുകളെ പിൻപറ്റുന്നതാണ് യഥാർത്ഥ നന്മ, അത് ദീനിനും ദുനിയാവിനും നന്മയാണ്. അതായത് പറഞ്ഞത് അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾ എതിരായി പ്രവർത്തിക്കുക എന്നുള്ളത് അത് ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ രഹസ്യ ജീവിതത്തിൽ ചെയ്താലും എന്നാൽ ഒരു നാടിനെ ബാധിക്കുന്ന കുഴപ്പങ്ങളായിട്ടുള്ള കളവ് മറ്റുള്ളത് ചെയ്താലും ഇതെല്ലാം എന്തുണ്ടാക്കും? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും. ഖുർആനിലെ ധാരാളം ആയത്തുകൾ ബഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ അതുപോലെയുള്ള ആയത്തുകൾ, അതുപോലെ തിന്മയുടെ അനന്തരഫലങ്ങൾ, ഒരു സമൂഹം ചെയ്യുന്ന തിന്മകൾക്ക് ഉണ്ടാവുന്ന ശിക്ഷകൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനി നിയമങ്ങൾക്കെതിരായിട്ട് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയിൽ നിന്നുണ്ടായാലും ഒരു സമൂഹത്തിൽ ഉണ്ടായാലും അത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അതറിയപ്പെട്ട ഒരു കാര്യമാണ് റസൂലുകൾക്കെതിരായാലും. എന്നാൽ റസൂലുകളെ അനുസരിക്കുക പിൻപറ്റുക എന്നുള്ളത് ദീനും ദുനിയാവും നന്നാക്കുന്ന കാര്യവുമാണ്. ومنها الدلالة على الأصل الكبير الذي أعاده الله وأبداه في كتابه. ഒരു മഹത്തായ അടിസ്ഥാനത്തെ ഈ സൂറത്തിൽ അറിയിക്കുന്നുണ്ട്, ഈ ചരിത്രത്തിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവന്റെ കിതാബിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് അന്ന ലികുല്ലി നഫ്സിൻ മാ കസബത് മിനൽ ഖൈരി വസ്സവാബ്. ഓരോ ആൾക്കും അവൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മയും പ്രതിഫലമാണ് ലഭിക്കുക. വഅലൈഹാ മക്തസബത് മിനൽ ശർരി വൽ ഇഖാബ്. അവന്റെ മേലാണ് അവൻ ചെയ്ത ദോഷങ്ങൾക്കുള്ള ശിക്ഷയും ഉണ്ടാവുക. വഅന്നഹു ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ. ഒരാളും വേറൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അഥവാ ദീനിലെ അറിയപ്പെട്ട ഒരു ഖായിദയാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. അവനവൻ ചെയ്ത പ്രവർത്തനത്തിനാണ് അവനവനുള്ള പ്രതിഫലം കിട്ടുക. അത് അളവിലും തൂക്കത്തിലും രൂപത്തിലും എല്ലാം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. എല്ലാ രീതിയിലും ഒരുപോലെ ആയിരിക്കും. അതിനുള്ള ദലീലായിട്ട് ഈ സൂറത്തിലുള്ളത് 79-ാമത്തെ ആയത്താണ്. മഅദല്ലാഹ് അൻ നഖുദ ഇലാ മൻ വജദ്നാ മതാഅനാ ഇൻദഹു ഇന്നാ ഇദൽ ലവാലിമൂൻ. അതായത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങളുടെ ബെന്യാമീനിന്റെ സഞ്ചിയിൽ നിന്നാണ് ഇത് ലഭിച്ചത് അറിഞ്ഞപ്പോൾ വേറെയുള്ള സഹോദരന്മാർ പറഞ്ഞു, ഇവനെ വാപ്പ കണ്ടില്ലെങ്കിൽ വാപ്പാക്ക് വിഷമാവും, ഞങ്ങളിൽ ആരെങ്കിലും എന്ത് ചെയ്യാ പകരം നിൽക്കാം, അവനെ വിട്ടുതരണം. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കാണ് മഅദല്ലാഹ്, അല്ലാഹുവിൽ ശരണം. ആരുടെ സഞ്ചിയിലാണോ അത് കിട്ടിയത് അവനല്ലാതെ വേറൊരാളെ നിങ്ങൾ പിടിച്ചു വെക്കുക. ഇന്ന ഇതല്ല വാലിമൂൻ. എന്നാൽ ഞങ്ങൾ എന്തായി? അക്രമികളിൽ പെട്ടുപോയി. അതായത് അള്ളാഹുവിൽ നിന്ന് എന്തുണ്ടാവില്ല? ദുൽമുണ്ടാവില്ല. അവനവൻ ചെയ്തത് എന്താണോ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നമുക്ക് കിട്ടും, നമുക്കൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ ചെയ്ത തിന്മകളുടെ ശിക്ഷയും അതും നമുക്ക് കിട്ടും, അതും വേറൊരാള് ഏറ്റെടുക്കാൻ അവിടെ ഉണ്ടാകില്ല. ഈ ഒരു പൊതുവായിട്ടുള്ള ഖായിദ ഈ ആയത്തിലൂടെ ഈ സൂറത്തിൽ അറിയിക്കുന്നുണ്ട്. ومنها മറ്റൊരു ഫായിദ الحث على فعل الأسباب الجالبة للخيرات والحافظة من الكريهات. അതായത് നന്മകൾ ഉണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള കാരണങ്ങൾ, അതിനുള്ള കാരണങ്ങൾക്കുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളെ അകറ്റുക എന്നുള്ളതും ഈ സൂറത്തിൽ ലഭിക്കുന്ന ഫായിദയാണ്. വഫിൽ ഖിസ്സതി മവാദിഉ തദുല്ലു അലാ ഹാദൽ അസ്ൽ കബീർ. ഈ ഒരു അടിസ്ഥാനത്തെ പഠിപ്പിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഈ കഥയിലുണ്ട്. വതമാമു ദാലിക യഖൂമു ബിൽ അസ്ബാബി മുസ്തഈനൻ ബില്ലാഹി വാസിഖൻ ബിഹി. അതിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ഏതൊരു കാരണം, നന്മ വരുത്തുന്ന ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് സഹായം ചോദിച്ച് അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ടായിരിക്കണം. വഖദ് അമില യാഖൂബ് അലൈഹിസ്സലാം അൽ അസ്ബാബ് അല്ലതി യഖ്ദിറു അലൈഹാ ഫി ഇസ്തിഹ്ഫാദി ഔലാദിഹി ലിയൂസുഫ്. യാഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിലും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്തു? പിന്നെ കാരണങ്ങൾ ഉപയോഗപ്പെടുത്തി. പിന്നെ സഹോദരനെ ഒരു വട്ടം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി കളഞ്ഞു, അത് സംശയമുണ്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്. വീണ്ടും ബെന്യാമീനെ കൊണ്ടുപോകുമ്പോഴും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കരാർ വാങ്ങി നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു. അതുപോലുള്ള കാരണങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വഖാല മഅ ദാലിക് ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. അതോടൊപ്പം എന്ത് പറഞ്ഞു? അള്ളാഹുവാണ് സംരക്ഷിക്കുന്നവൻ, അവനാണ് കരുണ കാണിക്കുന്നവൻ എന്ന് പറഞ്ഞു. അതായത് നന്മയുണ്ടാകുന്ന കാരണങ്ങൾ എന്താണോ ആ കാരണങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് ഇതിൽ പ്രോത്സാഹനമുണ്ട്. അത് ആ കാരണങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണോ? അല്ല, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട്. അഥവാ നമുക്ക് നന്മയുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണോ? ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്,
ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ പടച്ചിട്ട് ഇരിക്കാറുണ്ട്. ഇത് അള്ളാഹ് വീഴ്ചതേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് നന്മ ഉണ്ടാക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഏതൊരു കാര്യത്തിനും ആ നന്മ വരുത്താനുള്ള കാരണങ്ങൾ എന്താണോ അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്, പിന്നെ അതിനുള്ള പ്രോത്സാഹനം ഇതിലുണ്ട്. അതുപോലെ തന്നെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നതിനെ അകറ്റുക എന്നുള്ളതും യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്ത അങ്ങനെയാണ്. وكذلك على العبد إذا همته المصائب وحلت به النكبات عليه أن يصبر ويستعين بالله على ذلك. അതുപോലെ തന്നെ ഒരു അടിമക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുണ്ടാക്കുന്ന ദുരിതങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുകയും അള്ളാഹുവിനോട് സഹായം തേടുകയും വേണം. ഖാല യാക്കൂബ് അലൈഹിസ്സലാം, അതായത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടവും ബുദ്ധിമുട്ടുകളും മുസീബത്തും നമുക്ക് ബാധിച്ചാൽ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനോട് സഹായം ചോദിച്ച് ക്ഷമിക്കുകയാണ് വേണ്ടത്. ഖാല യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞത് എന്താണ്? ഹീന അമില ഇഖ്വത്തു യൂസുഫ് മാ അമിലു ബി യൂസുഫ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലൊക്കെ ഇട്ട സമയത്ത് ആ സഹോദരന്മാർ തിരിച്ചു വന്നപ്പോ വഹല്ലത് ബിഹിൽ മുസീബത്തുൽ കുബ്ര, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അങ്ങേറ്റം വലിയൊരു മുസീബത്താണ് ബാധിച്ചിട്ടുള്ളത്. പക്ഷെ പറഞ്ഞ വാക്കെന്താണ്? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് അള്ളാഹു ആണ് സഹായം ചോദിക്കപ്പെടാനുള്ളത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബാധിക്കുന്ന വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്ഷമിക്കുകയും ഫസബുറുൻ ജമീൽ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. വല്ലാഹുൽ മുസ്തആൻ അലാ മാ തസിഫൂൻ. അള്ളാഹുവിനോട് സഹായം ചോദിച്ച് ക്ഷമിക്കുകയാണ് വേണ്ടത്. വദാലിക, അതുപോലെ അന്ന الصبر على الطاعات, അതുപോലെ തന്നെയാണ് അള്ളാഹുവിനുള്ള അനുസരണത്തിലുള്ള ക്ഷമ. والصبر عن المحرمات, ഹറാമുകളിൽ നിന്ന് ഒഴിവാകുന്നതിലുള്ള ക്ഷമ. والصبر على المصيبات, എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുന്ന ക്ഷമ. لا يتم وينجح صاحبه الا الاستعانة بالله. ഈ ക്ഷമിക്കണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ സഹായം വേണം. അതില്ലാതെ സാധിക്കില്ല. وألا يتكل العبد على نفسه, ഒരിക്കലും സ്വന്തത്തിനെ ബലമേൽപ്പിക്കുന്ന, സ്വന്തത്തിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതായത് ഇന്ന് കാണുന്ന കുറെ ആളുകളെ കാണാൻ സാധിക്കും. ഇപ്പോ ശൈത്താനിയത്തായിട്ടുള്ള NLP പോലെയുള്ളത്, അതല്ലെങ്കിൽ പിന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്, അതല്ലെങ്കിൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ദീനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ശാസ്ത്രത്തിന്റെ രീതിയിൽ പറയുന്നത്. അതായത് എന്തെങ്കിലും മുസീബത്ത് മറ്റൊക്കെ ബാധിച്ചാൽ നിങ്ങളെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞിട്ട് പിന്നെ കൽബിനെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്ന് പറയാം. അങ്ങനെ പല രീതിയിലുള്ള ആളുകളുണ്ട്. ഇവിടെ മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? വല്ല യത്തഖിലൽ അബ്ദു അലാ നഫ്സിഹി, എന്നെ കൊണ്ട് കഴിയുന്ന നിലക്ക് സ്വന്തത്തിൽ ഏറ്റെടുക്കാൻ എന്തു വന്നാലും എന്തില്ല, നന്മ ചെയ്യാനാവട്ടെ, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനാവട്ടെ, ഒരു മുസീബത്ത് ബാധിച്ചാലാവട്ടെ. പല ആളുകൾക്കുണ്ട്. ചില ആളുകൾ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ, മുസ്ലിം ആയിട്ടുള്ള ദീന് പരിശീലിക്കുന്ന ആളുകൾ, അവര് ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ സ്വയം തീരുമാനിക്കും, എന്നെ കൊണ്ട് കഴിയും, ആ തിന്മ ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയും, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ മതി, തിന്മയിൽ നിന്ന് രക്ഷപ്പെടും. അല്ലെങ്കിൽ ഒരു സൽക്കർമ്മം ചെയ്യാൻ അത് ഞാൻ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ മുസീബത്ത് ബാധിച്ച് എന്നെ കൊണ്ട് ക്ഷമിക്കാതെ സാധിക്കും. അല്ല, അങ്ങനെയല്ല ഒരു മുസ്ലിം സ്വന്തത്തിനെ എല്ലാം ഏൽപ്പിക്കുന്ന അവസ്ഥയില്ല. അള്ളാഹുവിനോട് സഹായം ചോദിച്ച്, അള്ളാഹ് എനിക്ക് ഇന്ന സൽക്കർമ്മം ചെയ്യാൻ ആഗ്രഹമുണ്ട്, നീ സഹായിക്കണം, അതിനുള്ള കാരണങ്ങൾ ചെയ്യണം, സഹായിക്കണം. അതുപോലെ തന്നെ അള്ളാഹ് എനിക്ക് ഞാനൊരു തിന്മയിൽ അകപ്പെട്ടു പോകുന്നുണ്ട്, അതിന് നീ എന്നെ രക്ഷിക്കണം, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. ഒരു മുസീബത്ത് ബാധിച്ചാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അതാണ് ഒരു മുസ്ലിം. ഖാല യൂസുഫ് അലൈഹി ഇസ്ലാം പറഞ്ഞത് നോക്ക്, വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിന്ന വകും മിനൽ ജാഹിലീൻ. ആ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹ് നീ എന്നെ തെറ്റിച്ചിട്ടില്ല എങ്കിൽ, അഥവാ അവരുടെ ഈ കെണിയിൽ നിന്ന് എന്നെ നീ തെറ്റിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എന്താകും? ഞാൻ അതിൽ പെട്ടുപോകും. ഞാൻ അങ്ങനെ ജാഹിലീങ്ങളുടെ കൂട്ടത്തിൽ അകപ്പെട്ടു പോകും. ആരാ പ്രാർത്ഥിക്കുന്നത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മാത്രമേ നന്മ ചെയ്യാനും തിന്മ ഒഴിവാക്കാനും മുസീബത്തുകളിൽ ക്ഷമിക്കാനും ഒരടിമയ്ക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇൻഷാ അല്ലാഹ് അടുത്ത 8ാമത്തെ ഫസ്ല് കുറച്ച് ഭാഗങ്ങൾ കൂടിയുള്ളൂ. അടുത്ത ദിവസത്തിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.